1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വിശ്വസ്തത കാക്കുന്ന ഗൃഹവിചാരകൻ എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കൊടുപ്രഭുക്കളെ കർത്തൃകൽപ്പന അനുസരിച്ച് ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച് ജീവിക്കുന്ന ഓരോ ദൈവ പൈതലിനെയും ദൈവം കാണുന്നത് ഗൃഹവിചാരകന്മാരായിട്ടാണ്. ഗൃഹവിചാരകരിൽ നിന്ന് ദൈവം അന്വേഷിക്കുന്നത് വിശ്വസ്തതയാണ്. അവൻ്റെ ഉത്തരവാദിത്വം തൻ്റെ യജമാനനോട് എപ്പോഴും വിശ്വസ്തനായിരിക്കുക എന്നുള്ളതാണ്. സ്വന്തമായി ഒന്നുമില്ലാത്ത യജമാനന്റെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന ഒരടിമയാണ് ഗൃഹവിചാരകൻ. യജമാനന്റെ ഭവനത്തിൽ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ട അടിമ. യജമാനൻ അവനിൽ വിശ്വസിക്കുന്നു. അവനെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ അവൻ വിശ്വസ്തയോടെ അന്ത്യം വരെ തൻ്റെ യജമാനനെ സേവിക്കണം. ഗൃഹവിചാരകൻ മറ്റുള്ളവരുടെ പുകഴ്ചയും അവരാൽ മാനിക്കപ്പെടണം എന്നുമല്ല ആഗ്രഹിക്കുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ പ്രസാദമാണ് അവൻ്റെ ആഗ്രഹം. ഏൽപ്പിച്ചവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നിറവേറ്റുന്ന ഒരു കാര്യക്കാരൻ മാത്രമാണ് ഒരു വിശ്വസ്ത ഗൃഹവിചാരകൻ. പ്രിയരെ, ഒരു ദൈവ പൈതൽ ഏതിലൊക്കെ വിശ്വസ്തത പുലർത്തണം? തിരുവെഴുത്തിൽ വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. താലന്തുകളിൽ വിശ്വസ്തരായിരിക്കണം. താലന്തുകളിൽ വിശ്വസ്തരായിരിക്കണം. മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നു, അതിന് യജമാനൻ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം എന്നവനോട് പറഞ്ഞു. പ്രിയ ദൈവം ഓരോ ദൈവപൈതലിനും താലന്തുകൾ നൽകിയിട്ടുണ്ട്. നമ്മിൽ ഓരോരുത്തരിലും താലന്തുകളുണ്ട്. അത് വ്യാപാരം ചെയ്യുവാൻ ഓരോരുത്തരും ബാധ്യസ്ഥരുമാണ്. ഒരു വ്യക്തിയിലുള്ള സാധ്യതകൾ എന്തെന്ന് അറിഞ്ഞുകൊണ്ടാണ് ദൈവം അവനെ താലന്തുകൾ ഏൽപ്പിക്കുന്നത്. അത് മടികൂടാതെ യഥോചിതം വ്യാപാരം ചെയ്യേണ്ടവരാണ് ഓരോരുത്തരും. അത് വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുന്നതിൽ ഏറെ ശ്രദ്ധിക്കണം. അതിൽ അവിശ്വസ്തത കാട്ടിയാൽ നല്ലവനെ, വിശ്വസ്തനെ എന്നല്ല വിളിക്കുന്നത്, മറിച്ച് ദുഷ്ടനും മടിയനുമായ ദാസനെ എന്നാണ് വിളിക്കുക. തന്നെയുമല്ല, ഉള്ളത് തിരിച്ചെടുക്കുകയും ചെയ്യും. അടുത്തത്, അതിഥി സൽക്കാരത്തിൽ ഓരോ ദൈവപൈതലും വിശ്വസ്തരായിരിക്കേണ്ടതുണ്ട്. പ്രിയനെ, നീ സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെയും വിശ്വസ്തത കാണിക്കുന്നു. 3 യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മളിത് വായിക്കുന്നു. യോഹന്നാന്റെ പ്രിയ ശിഷ്യനായ ഗായോസിനെ കുറിച്ചാണ് താൻ ഈ പ്രശംസാ വാക്ക് പറയുന്നത്. ഗായോസ് ഒരു മാതൃകാ വിശ്വാസിയായിരുന്നു. തന്നിൽ കണ്ട ഒരു പ്രത്യേകത താൻ അതിഥികളെ സൽക്കരിക്കുന്നതിൽ വിശ്വസ്തനായിരുന്നുവെന്നാണ്. എന്നാൽ ദിയോത്രഫോസിനെ കുറിച്ച് പറയുന്നു, അവൻ അതിഥികളെ കൈക്കൊള്ളാതിരിക്കുന്നു എന്ന് മാത്രമല്ല, അതിന് മനസ്സുള്ളവരെ വിരോധിക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു എന്നാണ് 3 യോഹന്നാൻ 10-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു. പ്രിയരെ, അതിഥി സൽക്കാരം നാം മറക്കുവാൻ പാടില്ല. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ എന്ന് എബ്രായ ലേഖനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. അപ്പോൾ അതിഥി സൽക്കാരത്തിൽ നാം വിശ്വസ്തത പുലർത്തേണ്ടത് ആവശ്യമാണ്. അടുത്തത്, ദൈവത്തിന് കൊടുക്കുന്നതിൽ നാം വിശ്വസ്തരായിരിക്കണം. 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ വായിക്കുന്നു, അവൻ ഒരുക്കിയ ശേഷം വഴിപാടുകളും ദശാംശങ്ങളും നിവേദിത വസ്തുക്കളും വിശ്വസ്തയോടെ അകത്തു കൊണ്ടുവന്നു. ദൈവത്തിന്
അവകാശപ്പെട്ടത് പ്രിയരെ നാം ദൈവത്തിന് വേർതിരിച്ചു കൊടുക്കേണ്ടതാണ്. യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കേണ്ടത്, ന്യായമായുള്ളത് നമ്മുടെ പക്കൽ ഇരിക്കുവാൻ പാടില്ല. നാം ദൈവത്തിനുള്ളത് മോഷ്ടിച്ചു എന്ന് വരരുത്. ദശാംശം ദൈവത്തിൻ്റെതാണ്. അതിൽ നാം അവിശ്വസ്തരായാൽ നാം ശാപഗ്രസ്തരായിത്തീരും. നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു എന്ന് മലാഖിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. മലാഖിയുടെ പുസ്തകത്തിൽ അടുത്ത ഭാഗത്ത് പറയുന്നു, എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവീൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പീൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. പ്രിയരെ, അനുസരിച്ചാൽ അനുഗ്രഹമെന്നും അപകരിച്ചാൽ ശാപം എന്നും തിരുവചനം ഓർപ്പിക്കുകയാണ്. തന്നെയുമല്ല, ഒരു ദൈവപൈതൽ തൻ്റെ ജീവിത പങ്കാളിയോട് വിശ്വസ്തരായിരിക്കണം. അതിനെക്കുറിച്ച് തിരുവചനത്തിൽ നമ്മൾ മലാഖിയുടെ പുസ്തകങ്ങളിൽ തന്നെ വായിക്കുന്നത്, യഹോവ നിനക്കും നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷിയായിരിക്കുന്നത് കൊണ്ട് തന്നെ എന്ന് നമ്മൾ മലാഖി 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനോടും ഒരു കാരണവശാലും അവിശ്വസ്തത കാണിപ്പാൻ പാടില്ല എന്ന ശക്തമായൊരു നിർദ്ദേശമാണ്, മുന്നറിയിപ്പാണ് നൽകി തരുന്നത്. അങ്ങനെ കാണിച്ചാൽ, അവിശ്വസ്തത കാണിച്ചാൽ നിന്റെ യാഗം ദൈവം ഒരിക്കലും അംഗീകരിക്കുകയില്ല. ഭാര്യയോട് അവിശ്വസ്തത കാണിച്ചാൽ, ഭർത്താവിനോട് അവിശ്വസ്തത കാണിച്ചിട്ട് എത്ര ഉപവസിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും എത്ര ആരാധിച്ചാലും എന്തെല്ലാം ദാനധർമ്മങ്ങൾ ചെയ്താലും ആ യാഗം ദൈവത്തിന് പ്രസാദമാകുകയില്ല എന്ന് വ്യക്തമായി ഇവിടെ ഓർപ്പിക്കുന്നു. കാരണം അവരുടെ കരച്ചിലും കണ്ണുനീരും ഞരക്കവും ദൈവസന്നിധിയിലെത്തും. ആരോട് അവിശ്വസ്തത കാണിച്ചുവോ ആ വ്യക്തിയുടെ കണ്ണുനീരും കരച്ചിലും ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. തുടർന്നും നാം വിശ്വസ്തത പുലർത്തേണ്ട നിരവധി വിഷയങ്ങളെ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും. ജോലിയിൽ നാം വിശ്വസ്തരായിരിക്കണം. ധനത്തിൽ നാം വിശ്വസ്തരായിരിക്കണം. ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത്, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ, നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ലെങ്കിൽ സത്യമായത് ആർ നിങ്ങളെ ഭരമേൽപ്പിക്കും? അന്യമായതിൽ വിശ്വസ്തരായില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആർ തരും എന്ന് ചോദിക്കുന്നു. പ്രിയരെ, ഒരു കാര്യം നാം വിസ്മരിച്ചു പോകരുത്. ദൈവം നമ്മോട് കണക്ക് ചോദിക്കുന്ന ഒരു നാൾ വരുന്നുണ്ട്. അന്ന് നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുവാൻ ഇടയാകണം. അന്ത്യം വരെ ഇങ്ങനെ നാം വിശ്വസ്തരായ ഗ്രഹവിചാരകന്മാരായി തന്നെ ജീവിക്കേണ്ടതാണ്. കുടപ്പുറപ്പുകളെ, ദൈവം നമ്മെ വിശ്വസ്തരെന്ന് കണ്ട് ഏൽപ്പിച്ചിരിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെതാണ് കേട്ടോ. നാം അവൻ്റെ വിശ്വസ്തരായ അടിമകൾ മാത്രം. നമുക്കിവിടെ സ്വന്തമായി ഒന്നുമില്ല. ഏൽപ്പിച്ചിരിക്കുന്നതിനെല്ലാം നാം കണക്ക് കൊടുക്കേണ്ടതുണ്ട്. വിശ്വസ്തയോടെ നാം അതൊക്കെയും കൈകാര്യം ചെയ്ത് യജമാനൻ്റെ ഇഷ്ടപ്രകാരം കൈകാര്യം ചെയ്ത് നമ്മുടെ വിശ്വസ്തത നമ്മുടെ യജമാനൻ്റെ മുൻപാകെ തെളിയിക്കുന്നവരായി ആത്മീയ ജീവിതം നയിക്കാൻ നമുക്കിടയായിത്തീരണം. അതിനുവേണ്ടി നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസം പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിൻ്റെ ചിന്തകൾക്കും ഉപദേശങ്ങൾക്കും മുന്നറിയിപ്പുകൾക്കും ആലോചനകൾക്കുമായി നന്ദിയോടെ സ്തോത്രം. ഈ വചനത്തിൻ്റെ ഉപദേശങ്ങൾ, ദൂതുകൾ, ആലോചനകൾ, മുന്നറിയിപ്പുകൾ ഞങ്ങൾ ഏറ്റെടുത്ത് അനുസരിച്ച് കർത്താവിൻ്റെ മുൻപാകെ വിശ്വസ്തരായിരിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനുള്ള കൃപ ഞങ്ങളുടെ മേൽ പകരണമേ കർത്താവ്. ഞങ്ങളുടെ യാഗം ദൈവത്തിന് പ്രസാദകരമാകുവാനും ഇടയാകണം. കണക്ക് ചോദിക്കുന്ന നാളിൻ്റെ ആ ദിവസം ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ നിൽക്കേണ്ടവരാണെന്നുള്ള ബോധത്തോടെ അന്ന് ഞങ്ങളുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുവാൻ, അന്ന് ഞങ്ങൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസിയെ എന്ന വിളി ഞങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം പ്രാഗൽഭ്യമുള്ളവരായി, പരിജ്ഞാനമുള്ളവരായി, ദൈവകൃപ പ്രാപിച്ചവരായി, വിശ്വസ്തരായി അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ ഈ നാളുകളിൽ
ഞങ്ങളെ സഹായിക്കണം. ഇന്ന് പകലും ഞങ്ങളെ അതിനുവേണ്ടി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം ആഗ്രഹിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്ന കർത്താവേ, സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.